ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ അയോധ്യയിൽ ക്ഷേത്രം പണിതു, കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു, ഏകീകൃത സിവിൽ കോഡ്, ഈ പൗരത്വ ഭേദഗതി, ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ CAA നടപ്പാക്കുമെന്ന് അതാർക്കും തടയാനാകില്ല എന്ന് കഴിഞ്ഞ ഡിസംബറിൽ അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. CAA എതിർക്കുന്ന മമതാ ബാനർജിയെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്. അത്തരത്തിൽ എതിർക്കുന്നവരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇത്തരം രീതികളെ എങ്ങനെ കാണുന്നു? ഇത് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഈ BJP ഗവൺമെന്റ് രണ്ടാം ഊഴം വന്നപ്പോ അവരുടെ ഒറിജിനലി തന്നെ ഉള്ള RSSന്റെ കഴിഞ്ഞ 100 വർഷമായിട്ടുള്ള പല ഡിമാൻഡുകൾ ഉണ്ട്. ഈ ഡിമാൻഡുകളുടെ പ്രശ്നമൊന്നുമില്ല. ഈ ഡിമാൻഡുകളെല്ലാം മുസ്ലിം വിരുദ്ധമാണെന്നുള്ളത് മാത്രമാണ് പറയാറ്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഡിമാൻഡ് ഒക്കെ. ഉദാഹരണം കാശ്മീരിന്റെ ഇന്റഗ്രേഷനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാം. അതിനെ പറ്റിയിട്ട് ആർട്ടിക്കിൾ 370 വേണോ വേണ്ടേ എന്നുള്ളത് ഒരു ഡിബേറ്റിലൂടെ, ഒരു പാർലമെന്റിലെ ഒരു ഡിബേറ്റിലൂടെ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ ഡിബേറ്റുകൾ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാതെ ഒരു കുറുക്ക് വഴി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റെടുത്തതിനെ പറ്റിയിട്ടാണ് നമുക്ക് പരാതിയുള്ളത്. അത് വിട്ടേക്ക്. ഇപ്പൊ നമ്മുടെ ചർച്ച വേറെയാണല്ലോ. അപ്പൊ ചർച്ച എവിടെയാണെന്ന് വെച്ചാൽ, എന്റെ പരാതി എവിടെ കിടക്കണമെന്ന് വെച്ചാൽ, അന്താരാഷ്ട്രമായിട്ട് തന്നെ ഒരു ഉടമ്പടിയുണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ. രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഒരു വ്യക്തി അഭയം പ്രാപിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രാഷ്ട്രങ്ങൾ തമ്മിൽ അവർ അഭയം കൊടുക്കാറുണ്ട്. ഉദാഹരണം, നമ്മളിപ്പോൾ രോഹിണ്യ മുസ്ലിമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ടിബറ്റിൽ നിന്ന് വന്ന മറ്റേ ബുദ്ധമതത്തിൽപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് വന്നവർക്ക് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ മതമൊന്നുമില്ലല്ലോ. മറ്റേ അതിൽ ഹിന്ദുക്കൾ ശ്രീലങ്കയിൽ നിന്നും രോഹിണ്യ മുസ്ലിങ്ങൾ ഇവിടെ നിന്നും അവർക്കൊന്നും പൗരത്വം കൊടുക്കുന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ പൗരത്വം കൊടുക്കുന്ന വിഷയം വരുമ്പോ മുസ്ലിമുകളെ മാത്രം ഈ പ്രത്യേക രാജ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും മറ്റുള്ളവരെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അത് ചെറിയൊരു പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചരിത്രപരമായിട്ട് തന്നെ ഇവിടെ ഏറ്റവും അധികം മുസ്ലിമുകളോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ ഇന്ത്യയിൽ വരികയും പൗരത്വം സ്വീകരിക്കുകയും ചെയ്തത് എന്ന് പറയപ്പെടുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശിലെ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ തന്നെ അതിൽ ഇടപെടുകയും അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്നിട്ടുള്ള 1 കോടി ജനങ്ങളിൽ ഒരുപാട് പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തിരിച്ചയക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നു എന്നുള്ളതാണ് ഒരു വാദം വരുന്നത്. ആ വാദം വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആസാമിലും ബംഗാളിലും ഇപ്പൊ ഏകദേശം 30% ത്രിപുരയിലെങ്കിലും ആസാമിലും ബംഗാളിലും ഏകദേശം മുസ്ലിം ജനസംഖ്യ 30%. ഈ 30% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർണായകമാണ് അവിടുത്തെ ഇലക്ഷനുകളിൽ. അവിടെ BJP ജയിച്ചിട്ടുണ്ട്, ഇതിന്റെ പേര് ജയിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ആസാമിൽ അവർ ജയിച്ചെടുക്കുകയാണ്. ഇതിനു മുമ്പ് സർബാനന്ദ് സോനോവാലും ഇപ്പൊ ഹേമന്ത് ബിശ്നോയൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. അതല്ല, പക്ഷെ 30% പേര് അവർക്ക് വോട്ടവകാശം ഇല്ലാതാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ തെളിയിക്കുക, ഈ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരോട് പോയിട്ട് ആധാർ കാർഡ് എവിടെ, മറ്റേ കാർഡ് എവിടെ, ജനിച്ചതിന്റെ തെളിവ്, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റില് പിതാവിന്റെ പേര് മാതാവിന്റെ ഒക്കെ ഏത് രാജ്യത്താണ്? എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലില്ലല്ലോ. എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലില്ല. കാരണം എനിക്ക് ആ കാലത്ത് ആവശ്യം വന്നിട്ടില്ല. ആ കാലത്ത് ഞങ്ങളോട് SSLC സർട്ടിഫിക്കറ്റാ ചോദിക്കാറുള്ളൂ. ഇതിപ്പോ ഈ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ പോയിട്ട് അവിടെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ അതാണല്ലോ ഇത്ര ദ്രുതഗതിയിൽ അത് കൊണ്ടുവരുന്നു പറയുന്നത്. അപ്പൊ ദ്രുതഗതിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുണ്ട്. മനസ്സിലായി? ഒരുപാട് പേർക്ക് വോട്ട് കിട്ടാതാവുന്നുണ്ട്. പിന്നെ മറ്റൊരു 3 തരത്തിൽ അവിടെ ധ്രുവീകരണം ഉണ്ടാവും. ആ ധ്രുവീകരണം എങ്ങനെയാണ് ആസാമിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ആസാമീസ് ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ, ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ, ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഹിന്ദുക്കൾ, ആസാമീസ് ഭാഷ സംസാരിക്കുന്ന ഹിന്ദുക്കൾ, അതിനെല്ലാം പുറമെ ഗിരിവർഗക്കാർ, ഈ ഭാഷകളൊന്നും സംസാരിക്കാത്ത ഗിരിവർഗക്കാർ. അപ്പൊ 5ഓ 6ഓ തരത്തിൽ ആ ഗിരിവർഗക്കാരിലെ തരം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ മണിപ്പൂരിൽ എന്താ നടന്നെന്നുള്ളത്. അവിടെ നമ്മുടെ ഇവർ തമ്മിലുള്ള പോരാട്ടവും, മനസ്സിലല്ലേ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ഈ കലക്കുണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണല്ലോ വരുന്നത്. അപ്പൊ അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം വരുന്നത്, ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പോയ എല്ലാ മുസ്ലിമുകളും ജിന്നയുടെ കൂടെ പോയവരല്ല. നല്ലൊരു ശതമാനം ആൾക്കാർ അവർ ദേശീയവാദികളായിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം അബ്ദുൽ ഗാഫർ ഖാൻ ഒരു സമയത്ത് ഇന്ത്യയിൽ അഭയാർത്ഥിയായിട്ട് വരുന്നെന്ന് വരെ പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം. അവിടെ പക്തൂനിസ്ഥാനിലെ നേതാവായിട്ട് നിന്നിട്ടുള്ളത്. ഇന്ത്യയുടെ വിഭജനം നടക്കുന്ന സമയത്ത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, അതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് പക്തൂൺവാല, ഇമ്രാൻഖാന്റെ സ്ഥലം. ആ ഇമ്രാൻഖാന്റെ സ്ഥലത്ത് ഇപ്പൊ ഇന്ന് നിങ്ങൾ കേട്ടില്ലേ, ഇന്നിപ്പോ ഇതോടൊപ്പം തന്നെ വാർത്ത വരുന്നുണ്ട്, ഇമ്രാൻഖാനെ കുറ്റവാളിയായി 10 കൊല്ലം ശിക്ഷിക്കുന്നു ജയിലിൽ. അതേമാതിരി തന്നെയാണ് പാകിസ്ഥാനിലെ നമ്മുടെ മുമ്പ് നവാസ് ഷെരീഫ് പുറത്തുപോയി, അദ്ദേഹത്തെ ശിക്ഷിച്ച് പുറത്തു വിട്ടു. ബനസീർ ഭുട്ടോ അവിടെ പുറത്താക്കി. ഇങ്ങനെയൊക്കെ തരത്തിൽ രാഷ്ട്രീയമായിട്ട് പകപോക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു ലോകത്തെവിടെയും.
എന്നുള്ള നിലക്കാണ് ഈ രാഷ്ട്രീയമായിട്ട് ഇവർക്ക് എല്ലാവർക്കും അഭയാർത്ഥിയായിട്ടില്ല, അവർ അഭയാർത്ഥികളായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ദേശീയവാദികളായിട്ട് നിന്നിട്ടുള്ള മുസ്ലിമുകളുണ്ട്. ആ മുസ്ലിമുകളാണ് ഒരുപാട് ശരി. പേര് മുഹാജിറുകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളത്. അവരവിടെ കുടുങ്ങിപ്പോയി. തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യയുടെ രണ്ട് തരം പൗരത്വത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ കടക്കുന്നത്.